എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ? കഷ്ടം. ഈ നിമിഷം രണ്ടിനെയും കൊന്നുകളഞ്ഞാൽ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലം ഇതിനകത്ത് തന്നെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇതാ ഡോക്ടർ. തിരുമേനി പറഞ്ഞ് ഏൽപ്പിച്ച ഐശ്വര്യ പൂജ നടക്കണം. അതിന് രാധികയെ കൂട്ടിക്കൊണ്ടു വന്നേ പറ്റൂ. അത് ഉർവശി ചെയ്യണം. എനിക്ക് പറ്റില്ല. ഞാൻ ചെന്ന് വിളിച്ചാലും രാധിക വരില്ല. പോയി വിളിക്ക്. വന്നില്ലെങ്കിൽ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കാം. അതല്ല പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് മറുപടിയെങ്കിൽ കണിമംഗലത്ത് നിന്നും ഇറങ്ങിപ്പോകാൻ എനിക്ക് പറയേണ്ടി വരും. പിന്നെ പൂജയ്ക്ക് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രന്റെ അമ്മയെ കൂടി വിളിക്ക്. ഇനി അങ്ങനെ ഒരു ശാപം ബാക്കി കിടക്കണ്ട. സാറ പറഞ്ഞത് കേട്ടില്ലേ? രണ്ടുപേരെയും പോയി ക്ഷണിക്കണം. സാറാ വരും. എന്താ ഉർവശി, സങ്കടം വല്ലതും തോന്നുന്നുണ്ടോ നിനക്ക്? കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ മറ്റുള്ളവരുടെ സങ്കടത്തിന്റെ വില നിനക്ക് അറിയില്ലായിരുന്നു. കാരണം അഹങ്കാരത്തിന്റെ മുകളിൽ കൂടുകൂട്ടി കാഴ്ചക്കാരെ ഇരിക്കുമായിരുന്നു നീ. ഇപ്പോഴും എനിക്ക് മനസ്സിലായി എടുത്തി. വെറും തിരിച്ചടിയല്ല എനിക്ക് കിട്ടിയത്. ചെറിയമ്മേ, നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മള് ദുഷ്ടത കാണിച്ചിട്ടുണ്ട്. പക്ഷെ മാപ്പ് പറയാനായി ഞാൻ അടുത്ത് ചെന്നപ്പോ രാധിക എന്നോട് ക്ഷമിച്ചു. എന്റെ ജീവിതം ഭംഗിയാക്കാനുള്ള കാര്യങ്ങളും അവൾ എനിക്ക് പറഞ്ഞു തന്നെന്റെ കൂടെ നിന്നു. ചെറിയമ്മ അവളോട് സ്നേഹത്തോട് പറയും, അവളെ വിഷമിപ്പിക്കില്ല. ഞാൻ പറയും. ഞാനും പഠിച്ചു എടുത്തി. ഇനി എന്റെ ജീവിതത്തിൽ ഞാനും തെറ്റുകളൊന്നും ചെയ്യില്ല. ഇത്രയും കാലം ആർഭാടങ്ങൾക്ക് പിന്നാലെ പാഞ്ഞില്ലേ? ഇനിയെങ്കിലും സത്യസന്ധരായ മനുഷ്യരുടെ കൂടെ നിന്ന് നോക്ക്. മനസമാധാനം അവിടെ നിന്നേ ഉണ്ടാവൂ. ഞാൻ കേട്ടത് എന്റെ അമ്മയുടെ ശബ്ദം തന്നെയാ. അത്രയ്ക്ക് ഉറപ്പാ എനിക്ക്. ആ പയ്യൻ പറഞ്ഞതും മോള് വിളി കേട്ടതും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ സത്യം തന്നെ ആയിരിക്കാനാ വഴി. അതെ മുത്തശ്ശി, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അകത്തേക്ക് കടക്കുമ്പോ അവർ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? മാനസികാരോഗ്യ കേന്ദ്രമല്ല, ശരിക്കൊരു ഗുണ്ടാത്താവളം പോലെ. എന്തായാലും നിങ്ങൾ ACP സാറിനെ കണ്ട് വിവരം പറഞ്ഞല്ലോ മോളെ. ഇനി പോലീസിന് പറഞ്ഞാലേ ഒരു നടപടി എടുക്കാൻ പറ്റൂ. നിങ്ങൾ എത്ര തവണ ചെന്നാലും അവരിങ്ങനെ എന്നെ പെരുമാറൂ. അതെ അമ്മ, ACP സാറിന് അമ്മയെ വലിയ കാര്യം. സാറ് പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാനേ അപ്പുറത്തെ ഓമനെ ഒന്ന് കാണട്ടെ. എന്തിനമ്മ? വൈകുന്നേരം അവൾ ഈ വഴി വരുമ്പോ ആ കുറിക്കാശ് ഒന്ന് കൊണ്ടുവരാൻ പറയാനാ. നമ്മുടെ സൗമിനിയുടെ അവിടുത്തെ. ശരി അമ്മ പോയിട്ടോ. വിഷമിക്കില്ലേ മോളെ? ഈ ലോകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്, നമ്മൾ ചിന്തിച്ചാ പോലെ എത്താത്ത സ്ഥലങ്ങൾ. എന്നിട്ടും നിന്റെ അമ്മയെ നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നിന്റെ കാതിൽ ആ വിളി കേൾപ്പിച്ചില്ലേ? അതിന്റെ അർത്ഥം അമ്മ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയല്ലേ? ഐശ്വര്യം ഇല്ലാത്തവളെന്നും പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ പുറത്താക്കിയതല്ലേ എന്റെ മോളെ?
ഇനി ഈ ഐശ്വര്യക്കേട് ഒന്നും ഉണ്ടാവണ്ട. മോളെ രാധികെ, നാളത്തെ ഐശ്വര്യ പൂജയ്ക്ക് നീ വന്നില്ലെങ്കിൽ ഇന്ന് തന്നെയായിരിക്കും എന്റെ കണിമംഗലത്തുള്ള അവസാന ദിവസം. അടിച്ചിറക്കുന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. കാല് പിടിക്കുകയല്ല, കാല് നക്കേണ്ടി വന്നാലും ചെയ്യുമെന്ന് നമുക്കറിയാം. മുൻകാലത്തെ അനുഭവങ്ങൾ അങ്ങനെയല്ലേ? മുൻകാലത്തെ അനുഭവങ്ങൾ അങ്ങനെയാണല്ലോ. കണിമംഗലത്തെ ഐശ്വര്യ പൂജയിൽ ഇവിടെ നിന്ന് ആരും പങ്കെടുക്കില്ല. അതിപ്പോ ഉർവശി തിരിച്ചു ചെന്ന് പരമേശ്വരനെ കൊണ്ട് വിളിപ്പിച്ചാ പോലും പങ്കെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മുത്തശ്ശി, വേണ്ട മോളെ, അത്യാവശ്യം മനുഷ്യനെ സഹായിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ നീ ഇപ്പൊ ചെയ്യുന്നുണ്ട്. സഹായിക്കേണ്ടത് മനുഷ്യരെയാ, മനുഷ്യരുടെ വേഷത്തിലുള്ള മൃഗങ്ങളെയല്ല. ഉർവശി പോ. എന്റെ ഒരു മനസ്സമാധാനത്തിന് മുത്തശ്ശി